കുറച്ച് കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു പരിധി വരെ പ്രശ്നങ്ങളെ ഉറപ്പായിട്ടും അതിജീവിക്കുവാനായിട്ട് സാധിക്കും. അത് എന്തൊക്കെയാണെന്ന് കൂടി നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. അത് പൊതുവെ ആണുങ്ങൾ അധികം സംസാരിക്കാറില്ല. അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ ഒരു ശൈലിയാണ്. അപ്പോൾ എന്ന് മനസ്സിലാക്കി ആ ഒരു രീതിയിൽ അക്സെപ്റ്റ് ചെയ്യുക, ആ ഈഗോയെ ബൂസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക, അവരുടെ ഫാമിലിയിലെ കുറ്റങ്ങൾ എന്തെങ്കിലുമൊക്കെ കണ്ടുപിടിച്ച് ഹസ്ബൻഡ് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുക, ഇതൊക്കെ ഇവർക്ക് ഏറ്റവും വലിയ ഫീലിംഗ് ഉണ്ടാക്കുന്ന ഒരു കാര്യങ്ങളാണ്. രീതിയിലും ഒത്തുപോകാത്ത സാഹചര്യമുണ്ടെങ്കിൽ നമ്മൾ കൊല്ലാൻ നിൽക്കാതെ ഒരു കാര്യം മനസ്സിലാക്കുക. ലോകത്ത് 8 ബില്യൺ ആൾക്കാരുണ്ട്. ഒരു നല്ല ദാമ്പത്യ ജീവിതം നല്ലതായിട്ട് നടക്കാനായിട്ട് ഒരു ഹസ്ബൻഡ് എന്ത് ചെയ്യണം എന്ന് നമുക്ക് ആദ്യം പറഞ്ഞു തുടങ്ങാം. അതായത് സുഹൃത്തുക്കളെ, ഇന്നത്തെ വീഡിയോയിൽ ഒരു ദുഃഖകരമായ ഒരു വാർത്തയാണ് പങ്കുവെക്കുന്നത്. അയർലൻഡിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ നഗരമായ കോർക്കിൽ വീണ്ടും ഒരു കൊലപാതകം റിപ്പോർട്ട് ചെയ്തു. അതായത് ഒരു മലയാളി ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഇവിടെ എത്തി ഇവിടെ 4 മാസം കഴിഞ്ഞു. അവർക്കൊരു മകനുമുണ്ട്. ഹസ്ബൻഡ് വൈഫിനെ കൊല ചെയ്യുകയായിരുന്നു. കത്തി കൊണ്ട് കഴുത്തിന് കുത്തിയാണ് ഹസ്ബൻഡ് കൊല ചെയ്തത്. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് UK ഇതുപോലെ ഒരു ഗാർഹിക പീഡനത്തിൻ്റെ പേരിൽ വൈഫ് ഹസ്ബൻഡിനെതിരെ പരാതി നൽകുകയും പോലീസ് അദ്ദേഹത്തെ പിടിച്ചുകൊണ്ട് പോവുകയും അപമാന ഭാരത്താൽ അദ്ദേഹം ആത്മഹത്യ ചെയ്യുകയുമുണ്ടായി. അങ്ങനെ യൂറോപ്പിൽ നമ്മളൊക്കെ പൊതുവേ ചിന്തിക്കും, യൂറോപ്പിലൊക്കെ വന്ന് സെറ്റിലായല്ലോ, ലൈഫ് സെറ്റിലായല്ലോ, പിന്നെ എന്ത് വേണം, എന്തിൻ്റെ കുറവാണ് ഇതുപോലെയുള്ള ആത്മഹത്യകൾ, കൊലപാതകങ്ങൾ. അതിനു മുമ്പ് തന്നെ UK മൊത്തത്തിൽ നടുക്കിയ ഒരു കൊലപാതകം നടന്നു. വൈഫിനെ ദാരുണമായി കൊല ചെയ്യുകയുണ്ടായി. പണത്തോടൊപ്പം മറ്റ് സൗകര്യങ്ങളോടൊപ്പം പ്രത്യേകിച്ച് ഇതുപോലെയുള്ള കൺട്രിയിൽ ഈ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു പരിധി വരെ പ്രശ്നങ്ങളെ ഉറപ്പായിട്ടും അതിജീവിക്കുവാനായിട്ട് സാധിക്കും. ഒരു നല്ല ദാമ്പത്യ ജീവിതം നല്ലതായിട്ട് നടക്കാനായിട്ട് ഒരു ഹസ്ബൻഡ് എന്ത് ചെയ്യണം? ഹസ്ബൻഡ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ വൈഫിന് ഫാമിലി എന്ന് പറയുന്നതായിരിക്കും ഏറ്റവും വലിയ ഫീലിങ്സ്. നമ്മളിപ്പോൾ ചിലരുണ്ട് അവരുടെ ഫാമിലിയെ ഭയങ്കരമായിട്ട് കുറ്റം പറയുക, അവരുടെ ഫാമിലിയിലെ കുറ്റങ്ങൾ എന്തെങ്കിലുമൊക്കെ കണ്ടുപിടിച്ച് ഹസ്ബൻഡ് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുക, ഇതൊക്കെ ഇവർക്ക് ഏറ്റവും വലിയ ഫീലിംഗ് ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതുപോലുള്ള കാര്യങ്ങൾ ഒരിക്കലും ചെയ്യാതിരിക്കുക. ഇൻ കേസ് അവർ കുറ്റം പറഞ്ഞാൽ പോലും നമ്മൾ കുറ്റം പറഞ്ഞ് അവരോട് ചേർന്ന് കുറ്റം പറഞ്ഞു തുടങ്ങിയാൽ അവർക്ക് ഇഷ്ടപ്പെടാതെ വരും. അപ്പോൾ അതൊക്കെ ഒഴിവാക്കുക. അവരുടെ ആ ഒരു ഫീലിങ്സ്, അവരുടെ ഇമോഷൻസിനൊക്കെ കുറച്ച് പ്രാധാന്യം നൽകുക. എപ്പോഴും ഒരു മൂഡ് സ്വിങ്സ് ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് അവരുടെ ലൈഫിലെ ചില ചേഞ്ചസ് ഒക്കെ കാരണം, പ്രത്യേകിച്ച് ഈ പീരീഡ്സിൻ്റെ സമയം അതുപോലുള്ള സമയത്തൊക്കെ ആണെന്നുണ്ടെങ്കിലും ചെറിയ വിട്ടുവീഴ്ചകൾ അതൊരു മനസ്സിലുണ്ടായാൽ തന്നെ ഒരു ചെറിയ മാറ്റങ്ങളുണ്ടാകും. എന്തൊക്കെയാണ് വൈഫ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ? ചിലപ്പം വൈഫ് പറയുന്ന ഒരു പ്രശ്നം ഇതായിരിക്കും, നിങ്ങളൊട്ട് റൊമാൻറ്റിക് അല്ല, നിങ്ങൾ നേരത്തെ കുറച്ചുകൂടെ റൊമാൻറ്റിക് ആയിരുന്നു, ഇപ്പോൾ നിങ്ങളുടെ റൊമാൻസൊക്കെ പോയി. ഇത് ഇങ്ങനെ സ്ഥിരമായിട്ട് പറഞ്ഞ് പരാതിപ്പെടുമ്പോഴേ നിങ്ങൾ രാത്രി ഒരു 8:30-9 മണിയാകുമ്പോൾ വീട്ടിൽ വരിക, അല്ലെങ്കിൽ 9:30 ആകുമ്പോൾ ഡ്യൂട്ടി കഴിഞ്ഞ് വരികയാണ്, ഹസ്ബൻഡ് ഒരു പൂവായിട്ട് നിൽക്കുകയാണ് ഒരു ദിവസം അവിചാരിതമായിട്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, വൈഫ് വിചാരിക്കും, ഇയാൾക്ക് എന്തോ പ്രശ്നമുണ്ടല്ലോ, ഇയാൾ ഇച്ചിരി റൊമാൻറ്റിക്, എന്താ ഇത്രയും നാളില്ലാത്ത ഒരു റൊമാൻസ്, നിങ്ങൾക്ക് അയാളിലൊരു ഡൗട്ട് ഉണ്ടായേക്കാം. അപ്പോൾ അയാൾക്ക് ഹസ്ബൻഡിന് ഒരു സ്വതസിദ്ധമായ ശൈലി ഉണ്ടെങ്കിൽ, നിങ്ങളോട് സ്നേഹക്കുറവൊന്നുമില്ല, അത് അദ്ദേഹത്തിൻ്റെ ഒരു ശൈലിയാണ്. അത് പൊതുവെ ആണുങ്ങൾ അധികം സംസാരിക്കാറില്ല. അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ ഒരു ശൈലിയാണ്. അപ്പോൾ എന്ന് മനസ്സിലാക്കി ആ ഒരു രീതിയിൽ അക്സെപ്റ്റ് ചെയ്യുക, ആ ഈഗോയെ ബൂസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക, തീർച്ചയായിട്ടും കൂടുതൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ കൂടുതൽ അദ്ദേഹത്തിന് നിങ്ങളോട് കരുതൽ ഉണ്ടാവാൻ അതൊക്കെ ഓരോ കാരണങ്ങളാവും. ഹസ്ബൻഡിനെ അല്ലെങ്കിൽ പുരുഷനെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് തന്നെ ഈഗോ അല്ലെങ്കിൽ ഞാനെന്ന ഒരു ഭാവത്തിൽ സ്ത്രീകളെക്കാൾ ഒരു അല്പം മുൻപിലായിരിക്കും. നിങ്ങളെക്കാൾ അല്പം കഴിവ് കുറവാണെങ്കിൽ പോലും നിങ്ങൾ അത് അദ്ദേഹത്തെ അറിയിക്കാതെ ഇതിൻ്റെ ആ ഞാനെന്ന ഭാവത്തെ കുറച്ച് ഉയർത്തിക്കാട്ടിയാൽ, സ്കിൽഫുള്ളി അദ്ദേഹത്തിൻ്റെ ഞാനെന്ന ഭാവത്തിന് ഒരു ഉയർച്ച നിങ്ങളായിട്ട് കൊടുത്താൽ അത് നിങ്ങൾക്ക് തന്നെയായിരിക്കും പ്രയോജനം ചെയ്യുക എന്നത് എല്ലാ ഭാര്യമാരും മനസ്സിലാക്കിയാൽ നന്നായിരിക്കും. നമ്മൾ ഇവിടെയൊക്കെ വരുമ്പോഴത്തേക്ക് രണ്ടുപേരും ഒരുമിച്ച്, ഇപ്പോൾ നാട്ടിലാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പം ചിലപ്പോൾ വൈഫായിരിക്കും പാത്രമൊക്കെ കഴുകി വെക്കുന്നത്, അവർ തന്നെ ആയിരിക്കും ഫുഡൊക്കെ ഉണ്ടാക്കുന്ന, കാലമൊക്കെ മാറി വരുന്നു, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുന്നുണ്ട്. പക്ഷേ പ്രത്യേകിച്ച് ഇവിടെയൊക്കെ വരുമ്പോഴത്തേക്ക്, അത് നമ്മുടെ നാട്ടിൽ പണ്ട് തൊട്ടേ ഉള്ള ഒരു ചില ശീലങ്ങളാണ്. പ്രത്യേകിച്ച് ഇവിടേക്കൊക്കെ വരും, അങ്ങനെയൊക്കെ അമ്മമാരും അപ്പന്മാരും ശീലിപ്പിച്ച ചില ആണുങ്ങൾ ഇവിടെയൊക്കെ വരുമ്പോഴത്തേക്ക് അവർ പെട്ടെന്ന് ഈ ഒരു സിസ്റ്റത്തോട്, അവരൊരു പക്ഷേ ഗൾഫിലോ നാട്ടിലോ ഒക്കെ വേറെ നല്ല ജോലികളൊക്കെ ചെയ്തിട്ട് വരുന്നവരായിരിക്കും. കുറേ നാൾ ചിലപ്പോൾ വീട്ടിൽ ഒറ്റയ്ക്ക് നിൽക്കേണ്ടി വന്നേക്കാം.
ഇവിടുത്തെ കാലാവസ്ഥയുടെ പ്രശ്നങ്ങൾ, വൈഫിന് എല്ലാ ജോലിയും ചെയ്തിട്ട് പോകാൻ പറ്റില്ല, കുക്ക് ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ വൈഫ് കുക്ക് ചെയ്തിട്ട് പോകുമ്പോഴത്തേക്ക് ഫുഡ് ഉണ്ടാക്കി പിന്നെ പാത്രങ്ങളൊക്കെ കഴുകി വെക്കേണ്ടി വരും, തുണി വാഷിംഗ് മെഷീനിൽ ഇടേണ്ടി വരും, വീട് ക്ലീൻ ചെയ്യേണ്ടി വരും. അങ്ങനെ എല്ലാം അപ് ടു ഡേറ്റ് ആയിട്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ ഇവിടെയൊക്കെ നമുക്ക് ഒരു അപ്പാർട്ട്മെൻറ്റ് കിട്ടുകയുള്ളൂ, ഇവിടെയൊക്കെ പിടിച്ചു നിൽക്കാൻ പറ്റുകയുള്ളൂ. ഒരു 13 മണിക്കൂറൊക്കെ പിന്നെ ഇവർ ജോലി ചെയ്തിട്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ ഈ പാത്രമൊക്കെ അവിടെ തന്നെ ഇട്ടിരുന്നു കഴിഞ്ഞാൽ അവരെ കൊണ്ട് താങ്ങാവുന്നതിൻ്റെ അപ്പുറമാണ്. അത്രയ്ക്കും റെസ്പോൺസിബിലിറ്റി നേഴ്സുമാർക്കുമുണ്ട്. ഒരു നാട്ടിൽ ഇതൊക്കെ ചെയ്യേണ്ടി വരുമല്ലോ എന്ന് പറയും. എൻ്റെ മോനെ കൊണ്ടാണല്ലോ ഇതൊക്കെ ചെയ്യിക്കുന്നതെന്ന് ചില അമ്മമാരും, ഇതൊക്കെ അമ്മമാരോട് പറയാനിരിക്കുന്ന ചില ഹസ്ബൻഡുമാരും, ഇതൊക്കെ നമ്മുടെ അങ്ങനെയൊക്കെ അവർക്കിതൊക്കെ ചിലപ്പം അവർക്ക് ഇച്ചിരി സമയമെടുത്തേക്കാം ഇതുമായിട്ടൊക്കെ ഒന്ന് പൊരുത്തപ്പെടാൻ. അത് മനസ്സിലാക്കാനുള്ള ഒരു ബോധ്യം കൂടി വൈഫിനുണ്ടാവണം. ഇതൊക്കെ അവർ ചെയ്യിപ്പിച്ച് ഒരു നയത്തിലൊക്കെ ചെയ്യിപ്പിച്ച് അവരെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി അപ്പോൾ അവർ പറയുന്നതിന് മുന്നേ തന്നെ ചെയ്യാനുള്ള മനസ്സ് ഒരു ഹസ്ബൻഡിനുണ്ടായി കഴിഞ്ഞാൽ അത്രയും നല്ലത്. ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ അറിയാം, ഫാമിലി ടൈമിന് ഒരുപാട് സമയമുണ്ട്. അതുകൊണ്ട് നമ്മൾ മിക്ക യൂറോപ്യൻ കൺട്രീസിലൊക്കെ 3 days ആണ് വർക്കിംഗ് ഉള്ളത്. അത് കൂടുതൽ ലോങ് അവേഴ്സ് ആക്കി ബാക്കി ദിവസങ്ങൾ ഫാമിലി ടൈമിന് അല്ലെങ്കിൽ ഹസ്ബൻഡും വൈഫിനും ഒരുമിച്ച് ജോലി ചെയ്യാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നതിനൊക്കെ അവസരങ്ങളുണ്ട്. പക്ഷേ ഈ ഫാമിലി ടൈം കൂടുതലാകുമ്പോഴത്തേക്ക് അതൊരു വഴക്കിനും, കൂടുതൽ നേരം ഒരുമിച്ചിരിക്കുമ്പോൾ അതൊരു വഴക്കിനും കാരണമായേക്കാം എന്ന് ഒരു കാര്യം കൂടിയുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിച്ചാൽ ഈ വഴക്കുകൾ ഒഴിവാക്കി അത് റിയൽ ഫാമിലി ടൈം തന്നെ ആക്കിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സ്വന്തം പങ്കാളിയിൽ നിന്ന് ലഭിച്ചില്ലെങ്കിൽ പോലും സ്വന്തം മനസ്സിൻ്റെ ശക്തിയെ തിരിച്ചറിഞ്ഞാൽ എന്ത് സാഹചര്യങ്ങളെയും അതിജീവിക്കുവാനുള്ള കരുത്ത് നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ടെന്ന് മനസ്സിലാക്കും. ദിവസവും അരമണിക്കൂർ മാത്രം നീളുന്ന ബ്രീത്തിങ് എക്സസൈസ്, യോഗ, മെഡിറ്റേഷൻ തുടങ്ങിയ പ്രോഗ്രാമുകൾ ഞങ്ങൾ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അവധി ദിവസങ്ങളിലെങ്കിലും അരമണിക്കൂർ വ്യായാമം, ജിമ്മ്, നടത്തം, എല്ലാ രീതികളും നമ്മുടെ മനസ്സിൻ്റെ ശക്തിയെ തിരിച്ചറിയാൻ നമ്മെ സഹായിക്കും. ചിലപ്പോൾ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ഫലിക്കാതെ വന്നേക്കാം. എത്രയൊക്കെ ശ്രമിച്ചിട്ടും ഒരു തരത്തിലും അടുക്കാനാകാത്ത വിധം ബന്ധങ്ങൾ അകന്നു പോയേക്കാം. ഒരു രീതിയിലും ഒത്തുപോകാത്ത സാഹചര്യമുണ്ടെങ്കിൽ നമ്മൾ കൊല്ലാൻ നിൽക്കാതെ ഒരു കാര്യം മനസ്സിലാക്കുക. ലോകത്ത് 8 ബില്യൺ ആൾക്കാരുണ്ട്. അവരിൽ ഏതെങ്കിലും നമുക്ക് ചേർന്ന ഒരാൾ പങ്കാളിയായി ലഭിച്ചേക്കാം. ഒരു കാര്യം ഓർക്കുക, ആത്മഹത്യയോ കൊലപാതകമോ ഒരിക്കലും ഒരു പരിഹാരമാകുന്നില്ല. യഥാർത്ഥ സ്നേഹം എന്നത് പിടിച്ചുവാങ്ങൽ അല്ല, വിട്ടുകൊടുക്കലാണ് എന്ന സത്യം മനസ്സിലാക്കി പുതിയ വഴികൾ തേടാം. നന്ദി, നമസ്കാരം.